ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3 ബെൻഡോ കേക്ക്സ് ചെയ്തുകൊണ്ടാണ്. 3 കേക്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ കേക്കുകളായിട്ട് നമ്മളൊന്ന് ബോക്സിൽ അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഈ കേക്കുകൾക്കൊന്നും നമ്മൾ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിക്കപ്പ് ഓപ്ഷൻ മാത്രമേ ഈ ബെൻഡോ കേക്ക്സിന് നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കേക്കുകളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇതിലാദ്യം തന്നെ ചെയ്യുന്നത് പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ടോൾ കേക്കാണ്. ക്രോസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കസ്റ്റം കേക്ക് ചെയ്യാനുണ്ട്. ഡിസൈൻ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾ അതേപോലെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള നമ്മുടെ ജുവാൻസ് റെയിൻബോ കേക്കും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ ഇത്രയും കേക്കുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ കേക്കുകളുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാം സേഫായിട്ട് പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലായിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കേക്കുകളുടെ വർക്കൊക്കെ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഒരു ഷെഫ് തീം കേക്കാണ്. റെഫറൻസ് കസ്റ്റമർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഹാഫ് കെ-ജിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ വർക്കിലാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വൈകുന്നേരം നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ തീം കേക്ക് ഉണ്ട്. ഭയങ്കര ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു കേക്കാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇത് കാണാനായിട്ട്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു സിമ്പിൾ ഹാപ്പി ബർത്ത്ഡേ എന്ന റൈറ്റിങ്സ് കൊടുത്തിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു. ഫൈനലി നമുക്കൊരു മാക്രോൺ ടവർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.